മാനർമ ചാൻസിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ എമ്പുരാൻ സിനിമയിലെ എമ്പുരാനെ എന്ന് പറഞ്ഞുള്ള ഒരു വീഡിയോ സോങ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം, ആ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം ആ സോങ് തിയേറ്ററിൽ തന്നിരുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് ഭയങ്കര വലുതായിരുന്നു. ഈ സോങ് പാടിയത് ആനന്ദ് ശ്രീരാജ് ആണ് പാടിയത്. അദ്ദേഹത്തിന് ആ ഒരു വോയിസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പവറുണ്ട്. ആ ഒരു പവറിനകത്ത് നമ്മൾ ലാലേട്ടനെ കാണുമ്പോഴത്തേക്ക് നമുക്കങ്ങ് രോമാഞ്ചം വന്ന് ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു തിയേറ്ററിൽ. അദ്ദേഹത്തിൻ്റെ വോയിസിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ആ എമ്പുരാനെ എന്ന് പറയുന്ന ഒരു ബീസ്റ്റ് മോഡലുള്ള ഒരു സാധനമുണ്ട്. അത് വേറൊരു തരത്തിലാണ് പുള്ളി അത് പാടിയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ സോങ്ങും ഫുള്ള് ഇപ്പം പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പം എമ്പുരാൻ എമ്പുരാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു ഫീലാണ് തോന്നുന്നത്. അത് തോന്നാൻ കാരണം തന്നെ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസ് തന്നെയാണ്. പിന്നെ ആ ഒരു വോയിസിൻ്റെ കൂടെ നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു സ്വാഗും ആ ഒരു ലുക്കും ഒക്കെ കാണുമ്പോഴത്തേക്ക് പിന്നെ ഇല്ല പിന്നെ അതിന് മുകളിൽ അമ്മാതിരി സാധനമാണ്. നമ്മളിപ്പോൾ ഒരേ ഒരു രാജാവെന്ന് പറയുന്നത് വെറുതെ അല്ല. ഈ ഒരൊറ്റ സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അമ്മാതിരി ഐറ്റമാണത്. അതുപോലെ തന്നെ ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നതാണെങ്കിലും ഒക്കെ ഈ ഒരു സോങ്ങിൽ ആ ഒരു ഇപ്പോൾ ഈ ഇറങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ സോങ് കാണുമ്പോഴേ നമുക്കത് ഫീൽ ചെയ്യും. നമ്മൾ ആ പോയ ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസും ഒക്കെ നമുക്കിങ്ങനെ ഒന്നും കൂടെ നമ്മുടെ മൈൻഡിൽ മൊത്തം കിടന്ന് നോടും. അമ്മാതിരി സാധനമാണ് ഇപ്പം വന്നിരിക്കുന്നത്. നമ്മൾ ഈ പടം കാണാത്തവർക്ക്, എന്തായാലും തിയേറ്റർ കാണാത്തവർക്ക് ഒരു വൻ നഷ്ടം തന്നെ ആയിരിക്കും. ഇതിലെ ചില മൊമെൻറ്റ്സിൽ ചില എക്സ്പീരിയൻസ് ഉണ്ട്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ഈ സോങ്ങിൻ്റെ ആ ഒരു ലാലേട്ടനെ വന്നിങ്ങനെ വരുന്ന സാമൂഹമൊക്കെ കാണുമ്പോഴേ നമുക്കങ്ങ് രോമാഞ്ചം പീക്ക് ലെവലിലാണ് വരുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സോങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക.